വളരെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നത് മീനും ബീഫും പോർക്കൊക്കെ മേടിക്കാനാട്ടോ. അപ്പോൾ അതിരാവിലെ എന്ന് പറയുന്നത് 8 മണിയാണ്. എൻ്റെ ഈ അതിരാവിലെ കുറേ നാൾക്ക് ശേഷമാണ് ഈ സമയത്ത് എഴുന്നേക്കുന്നത്. അപ്പോൾ ഞാനും അങ്കിളും കൂടിയിട്ട് ഷാർജയിൽ ജുബൈലിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സറൗണ്ടിങ്സ്. അതായത് നമ്മൾ പോണ വഴി ഇതിപ്പോൾ അൽ ടൗൺ സ്ട്രീറ്റിലത്തെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ്. പിന്നെ അതുപോലെ കാലത്ത് ഇവിടുത്തെ ഒരു പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഷാർജയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്ന് അറിയൂ കാണാൻ ഈ ഒരു കാലത്തുള്ള ഭംഗിയും ആ ഒരു സൂര്യപ്രകാശ കിരണ രശ്മികളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം മേടിക്കുന്നത് പോർക്കാണ്. പോർക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം, UAE ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് പോർക്ക് എല്ലാ സ്ഥലത്തും കിട്ടില്ല. അതിനേതായിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രമാണ് പോർക്ക് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ, ഈ സ്ഥലത്തേക്ക് ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിയായിരുന്നു. അതായത് ഫ്രോസൺ പോർക്കാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ അവിടെ ഇങ്ങനെ അറക്കണ സംഭവമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണത്. ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു മൂർച്ചയുള്ളൊരു സംഭവമാണ് ഈ ഒരു കത്തി. അതുപോലെ കൂളായിട്ടാണ് ആ ഫ്രോസൺ ആയിട്ടുള്ള പോർക്ക് മുറിക്കേണ്ടത്. നമ്മുടെ അവിടെ എപ്പോഴും അതിങ്ങനെ ഫ്രഷ് ആയതുകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഫ്രോസൺ ആയി വെച്ചിരിക്കണ കാരണമായിരിക്കും മേ ബി ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ക്യൂബ് പോലെ ഇട്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്ര ജുബൈലിലേക്ക് തിരിച്ചു കേട്ടോ. ജുബൈലിലേക്ക് പോകുന്ന വഴികളൊക്കെ അത് നേരെ കാണുന്നതാണ് ജുബൈൽ കേട്ടോ. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം കറങ്ങി തിരിഞ്ഞൊക്കെ വേണം എത്താനായിട്ട്. നമ്മളെപ്പോഴും ഈ UAEയിൽ ഓരോരോ നമ്മുടെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഒക്കെ അടുത്ത് പോലെ തോന്നും. പക്ഷെ ഇവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പോകാനൊക്കെ ഉണ്ട്. ഇതാണ് ജുബൈൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമുക്ക് പല എമിറേറ്റ്സിലേക്ക് പോകാൻ പറ്റുക. അതായത് അജ്മാൻ, അബുദാബി, അത് റാസൽ ഖൈമ, ഇവിടേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ബസ് സ്റ്റേഷനാണ് ഈ ഒരു ജുബൈൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നാട്ടിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, പുറത്ത് ബസ് സ്റ്റേഷൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആദ്യം വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ബസ് സ്റ്റേഷൻ എന്നൊക്കെ പറയാൻ. ഇപ്പോൾ പോകുന്ന വഴിയുള്ള ഒരു പോർട്ടാണ് കേട്ടോ. അതായത് കടൽ തീരം പോലത്തെ ഒരു പോർട്ട്. അതായത് നമ്മുടെ കൊച്ചി അങ്ങനെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇങ്ങനെ കിടക്കില്ലേ മീൻ ബോട്ട് ചെട്ടികളൊക്കെ കിടക്കണ പോലെയാണ്. നമുക്ക് ബോട്ടുകളൊക്കെ കാണാം. നമ്മൾ നേരത്തെ കണ്ട ജുബൈൽ ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് എല്ലാവിധ മീറ്റ് ഐറ്റംസ്, ഫിഷ്, മീൻ, ബീഫ്, പോർക്ക്, എല്ലാ സാധനം. പോർക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. കാരണം അവിടെ മുസ്ലിംസ് കൂടുതലും വരണ കാരണമാണ് ഇങ്ങനെ പോർക്കൊന്നും അങ്ങനെ വെക്കാത്തത്. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പാർക്കിംഗ് ചെയ്യാണ്. പാർക്കിംഗ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. കാരണം അതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാരെല്ലാവരും കുറ്റിയും പറച്ച സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാറ്. അപ്പം ഞാൻ ഇറങ്ങി. അപ്പോൾ സൂര്യപ്രകാശം എൻ്റെ മുഖത്ത് തട്ടിയിരിക്കുകയാണ്. അങ്ങനെ കാർ വാഷിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും കാർ പാർക്ക് ചെയ്താൽ നമുക്ക് പൈസ കൊടുത്ത കാർ വാഷിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ മീറ്റിൻ്റെ സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ ആദ്യം കൊണ്ടുപോകുന്നത്. മീറ്റിൻ്റെ സെക്ഷനിൽ അപ്പം തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. കാലത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കാരൊക്കെ ഒരാഴ്ച 2 ആഴ്ചക്കുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് മേടിച്ച് പോകും. നിങ്ങൾക്ക് കാണാം തൂക്കിയിട്ടിരിക്കുന്ന പോത്തും പോർക്കും ഒക്കെ കാണാം. പോത്തും ഒക്കെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുക. അല്ലെങ്കിൽ അത്രയും നല്ല ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഏരിയ വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഓപ്പണായി പറയാന്ന് വെച്ചാൽ എനിക്ക് ഇവിടേക്ക് കടന്നപ്പോൾ ഈ മീറ്റിൻ്റെ മണം ഭയങ്കര അരോചകത്വമായി തോന്നി. എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ശീലമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വരുന്ന കാരണം എല്ലാവിധ പച്ച മാംസത്തിൻ്റെ മണവും അതൊക്കെ വന്നപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര അരോചകത്വം തോന്നി. പക്ഷേ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്നപ്പോഴും അത് കറക്റ്റായി. അതായത് പിന്നെ നമ്മൾ ആ മണത്തിനോട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓരോരോ കൗണ്ടേഴ്സിലും ഓരോരോ സംഭവങ്ങൾ അവരിങ്ങനെ ഇവിടെ നിന്നാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ഷോപ്പുകളിലേക്കായാലും ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവർ സപ്ലൈ ചെയ്യണത് കണ്ടില്ലേ. ഒരു ആടല്ല, ഇത് പശുവാന്ന് തോന്നുന്നു. അതിനെ കട്ട് ചെയ്യണ ഭാഗമാണ്. പിന്നെ കുറേ ഇങ്ങനെ മീറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആടും അങ്ങനെയുള്ളതൊക്കെ തൂക്കിയിട്ടിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു റേറ്റ് കുറച്ച് കുറവുണ്ടായിരിക്കും. ഇനി മീനിൻ്റെ സെക്ഷനെത്തി പല സൈസുള്ള മീനുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇവർ പറഞ്ഞു തരും. കട്ട് ചെയ്യണ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയി കാണിച്ചു തരാം. പിന്നെ ഈ മീനുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കുറേ പേര് മലയാളത്തിലാണ് സംസാരിക്കണതും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടണത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ഈ ഒരു കൊഴുവ പോലത്തെ ഒരു മീൻ. അപ്പോൾ ഞാനത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങേരും മലയാളികളാണ്, ബാക്കിലത്തെ ആളും മലയാളികളാണ്, 2 പേരും മലയാളികളായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ മേടിച്ചു. ഇനി നമ്മൾ വലിയ മീനിനെ ഇതുപോലത്തെ മേടിക്കുകയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാനുള്ളൊരു സെക്ഷനും കൂടി ഉണ്ട്.
കട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വരും. ഇതാണ് ആ കട്ടിങ്ങിൻ്റെ ഏരിയ. നമ്മൾ ആ ഒരു സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനകത്ത് കാണാം കുറേ പേര് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൗതുകത്തോടെ നോക്കായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് കട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഏരിയ ആണ്, അതിനകത്താണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ലൈൻ നിന്നിട്ടാണ് കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ടുള്ള മീനുകൾ, അതായത് ചെമ്മീൻ അങ്ങനത്തെ പാക്കറ്റിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഒരു അൽ ജുബൈൽ അല്ലെങ്കിൽ സൂക്ക് ജുബൈൽ എന്നൊക്കെയാണ് ഈ ഒരു സംഭവത്തിനെ പറയുക. ഇവിടെ വന്നാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാവിധ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. അതും ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലും പല ഇല ടൈപ്പ് ലീവ്സൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റണത്. അത്രയും ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് കാണിക്കുകയാണ്. എന്തായാലും വന്നു, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ മൊത്തം കവറപ്പ് ചെയ്യാന്ന് വെച്ചു. അതുപോലെ സ്പൈസസ് ഉണ്ട്, എന്ത് സാധനങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഡേറ്റ്സിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ഡേറ്റ്സ് ഒക്കെ പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡേറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള ഭാഗമാണ് ഈ ഒരു പോർട്ടിൻ്റെ ഭാഗം. ഞാൻ കാറിൽ വരുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടെ നല്ല കൂൾ ക്ലൈമറ്റ്, നല്ല കാറ്റാട്ട, കുറച്ച് വെയിലുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ്. പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് UAE നാഷണൽ ഫ്ലാഗ് പറക്കണ കാണാം. കണ്ടില്ലേ, ഈ ഒരു ഫ്ലാഗ് എവിടെയും നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ നിന്നാണ് മീനും കാര്യങ്ങളൊക്കെ ഷിപ്പിലും ഒക്കെ ആയിട്ട് വന്ന് ഇവിടേക്ക് കയറ്റി വരണത്. പിന്നെ അതിന് ശേഷം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ, ഇതൊരു ഡിഷാണ്, ടർക്കിഷ് ഡിഷാണെന്നാണ് എൻ്റെ ഒരു പാത്രമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കുക്കിംഗ് പാത്രമാണ്. കറക്റ്റിൻ്റെ പേര് എനിക്ക് അറിയൂടാ. പേരറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ ഷാർജയിലത്തെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയി കേട്ടോ.